ബംഗളൂരു റൂറൽ ജില്ലയിലെ കനകപുരയിൽ ഒരു സാധാരണ വൊക്കലിംഗ കുടുംബത്തിൽ ജനിച്ച ഡി.കെ. ശിവകുമാർ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ വിദ്യാർത്ഥികളെ നയിച്ചാണ് രാഷ്ട്രീയത്തിലെത്തിയത്. 1985-ലായിരുന്നു ഡി.കെ. ശിവകുമാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാക്ഷാൽ എച്ച്.ഡി. ദേവഗൌഡയ്ക്കെതിരെ സാത്തന്നൂർ മണ്ഡലത്തിൽ ഗൌഡയോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പിലും ഡി.കെ. ശിവകുമാർ തോറ്റിട്ടില്ല. 1989-ൽ സാത്തന്നൂരിൽ വീണ്ടും മത്സരിച്ച് ജയിച്ച ശിവകുമാർ 30-ാം വയസ്സിൽ ബംഗാരപ്പ മന്ത്രിസഭയിൽ മന്ത്രിയായി. ജയിൽ വകുപ്പായിരുന്നു ചുമതല. 1999-ലെ തിരഞ്ഞെടുപ്പിൽ ദേവഗൌഡയുടെ മകനായ എച്ച്.ഡി. കുമാരസ്വാമിയെ സാത്തന്നൂരിൽ തോൽപ്പിച്ചു. അവിടെയാണ് ദേവഗൌഡ കുടുംബവും ശിവകുമാറും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈരാഗ്യത്തിന്റെ തുടക്കം. എസ്.എം. കൃഷ്ണ മന്ത്രിസഭയിൽ നഗരവികസന സഹകരണ വകുപ്പുകളുടെ മന്ത്രിയായതോടെ പിന്നീട് അങ്ങോട്ട് ഡി.കെയുടെ കാലമായിരുന്നു. നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടന്ന 2004-ൽ കനകപുര ലോക്സഭാ സീറ്റിൽ തേജസ്വിനി ഗൌഡയെ നിർത്തി എച്ച്.ഡി. ദേവഗൌഡയെ തോൽപ്പിച്ചത് ഡി.കെ. ആയിരുന്നു. നിയമസഭയിലേക്ക് ജയിച്ച ഡി.കെയെ കോൺഗ്രസ് ജനതാദൾ സർക്കാരിൽ നിന്ന് പുറത്തു നിർത്തി പകതീർത്തു ദേവഗൌഡ. 2013-ൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ സിദ്ധരാമയ്യ സർക്കാരിൽ ശിവകുമാർ മന്ത്രിയായി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി.ജെ.പി. തൂത്തുവാരിയപ്പോഴും സഹോദരൻ ഡി.കെ. സുരേഷിന്റെ വിജയം ശിവകുമാർ ഉറപ്പിച്ചു. 2018 തിരഞ്ഞെടുപ്പിലും ഡി.കെ. ശിവകുമാർ വഴി ബി.ജെ.പിയെ പുറത്തു നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. നീണ്ട കാലത്തെ എതിർപ്പും വൈരാഗ്യവും മാറ്റിവെച്ച് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയാണ് അത് സാധിച്ചത്. കോൺഗ്രസ് എം.എൽ.എമാർ ചതിച്ചതോടെ സർക്കാരിന് ആയുസ്സുണ്ടായില്ല. ഡി.കെ. ശിവകുമാർ ജനകീയനാണെന്ന് മാത്രമല്ല, പ്രായോഗികവാദിയും കഠിനാധ്വാനിയുമാണ്. കൂടാതെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധവുമുണ്ട്. അതേസമയം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ആവേശം പകരാനും അദ്ദേഹത്തിന് കഴിയും. എതിരാളികളുടെ നീക്കങ്ങൾ അവർക്ക് മുന്നേ അനുമാനിക്കാനും തിരിച്ചടിക്കാനുമുള്ള കഴിവുകൂടി ചേരുമ്പോൾ ഡി.കെ. ഒരു ബ്രാൻഡ് തന്നെയായി മാറുന്നു. 2017-ൽ ബി.ജെ.പിയുടെ ചാക്കിട്ടുപിടുത്തം തടയാൻ ഗുജറാത്തിൽ നിന്ന് കോൺഗ്രസ് എം.എൽ.എമാരെ ബംഗളൂരുവിലെത്തിച്ച് സുരക്ഷിതമായി പാർപ്പിച്ചതും അതേ വർഷം അമിത്ഷായുടെ തന്ത്രങ്ങൾ മറികടന്ന് അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ വിജയം ഉറപ്പിച്ചതും ഡി.കെ. മാജിക്കായിരുന്നു. എം.എൽ.എമാർ താമസിച്ച റിസോർട്ടിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല. 2002-ൽ മഹാരാഷ്ട്രയിൽ വിലാസ് റാവു ദേശ്മുഖ് സർക്കാർ അവിശ്വാസ പ്രമേയം നേരിട്ടപ്പോഴും ഡി.കെ. അതേ തന്ത്രം പ്രയോഗിച്ചിരുന്നു. 2018-ൽ ഏറ്റവും വലിയ കക്ഷിയായ ബി.ജെ.പിയിൽ നിന്ന് ജെ.ഡി.എസിനെ കൂട്ടുപിടിച്ച് അധികാരം തട്ടിയെടുത്ത് ഡി.കെ. രാജ്യത്തെ പോലും ഞെട്ടിച്ചിരുന്നു. ഇന്നിതാ ചിന്നപട്ടണയിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുമായി കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ എത്തിയിരിക്കുകയാണ്. ജെ.ഡി.എസിന്റെ എച്ച്.ഡി. കുമാരസ്വാമിയാണ് ചിന്നപട്ടണയെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എം.പി. ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ചിന്നപട്ടണയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയാണ് കുമാരസ്വാമി. ഘനവ്യവസായത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. രാമനഗര ജില്ലയിലെ വൊക്കലിംഗക്കാരുടെ കോട്ടയാണ് ചന്നപട്ടണ. ഇന്നിതാ ചന്നപട്ടണയിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ. ജെ.ഡി.എസിന്റെ എച്ച്.ഡി. കുമാരസ്വാമിയാണ് ചന്നപട്ടണയെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എം.പി. ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ചന്നപട്ടണയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയാണ് കുമാരസ്വാമി. ഘനവ്യവസായത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. രാമനഗര ജില്ലയിലെ വൊക്കലിംഗക്കാരുടെ കോട്ടയാണ് ചന്നപട്ടണ. നേരത്തെ ശിവകുമാറിന്റെ സഹോദരൻ ഡി.കെ. സുരേഷിന്റെ പേരായിരുന്നു ചന്നപട്ടണത്ത് പറഞ്ഞു കേട്ടിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗളൂർ റൂറലിൽ നിന്ന് ബി.ജെ.പിയുടെ സി.എൻ. മഞ്ജുനാഥിനോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. സഹോദരന്റെ തോൽവിക്കു കാരണം കുമാരസ്വാമിയുടെ നീക്കങ്ങളാണെന്നാണ് ഡി.കെ. ശിവകുമാർ കരുതുന്നത്. അതിന് തിരിച്ചടി കൊടുക്കാനാണ് ഡി.കെ. ലക്ഷ്യമിടുന്നത്. അതാണ് അദ്ദേഹം തന്നെ നേരിട്ട് ചന്നപട്ടണത്ത് ഇറങ്ങുന്നത്. ബംഗളൂരു റൂറൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് ചന്നപട്ടണ.
മേഖലയിൽ തന്റെ സ്വാധീനം പുനഃസ്ഥാപിക്കാനും ദേവഗൌഡ കുടുംബത്തിന്റെ മേധാവിത്വം ചെറുക്കാനും ശിവകുമാർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ കനകപുര മണ്ഡലത്തെയാണ് ശിവകുമാർ പ്രതിനിധീകരിക്കുന്നത്. വൊക്കലിംഗ സമുദായക്കാരുടെ കോട്ടയാണ് രാമനഗരം ജില്ല. JDS അല്ലെങ്കിൽ കോൺഗ്രസിന്റെ DK സഹോദരന്മാരോ ആണ് ഈ ജില്ലയുടെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നത്. അവിടെയാണ് DK തന്നെ ഇറങ്ങി കളിക്കാനൊരുങ്ങുന്നത്. അതേസമയം കുമാരസ്വാമിയെയോ മകൻ നിഖിൽ കുമാരസ്വാമിയെയോ CP യോഗീശ്വരയെയോ ആണ് BJP JDS സഖ്യം ചന്നപട്ടണയിൽ പരിഗണിക്കുന്നത്. ചന്നപട്ടണ മേഖലയിലെ 1 ഡസനോളം ക്ഷേത്രങ്ങൾ ഇതിനകം തന്നെ DK ശിവകുമാർ സന്ദർശിച്ചു കഴിഞ്ഞു. ഇവിടങ്ങളിലെ വോട്ടർമാരുടെ പ്രതികരണം വിലയിരുത്തി രാഷ്ട്രീയത്തിലെ തന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുമെന്ന് DK കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതായിരുന്നു ചന്നപട്ടണത്ത് DK മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാക്കിയത്. ചന്നപട്ടണയിലെ പ്രസിദ്ധമായ കെങ്കൽ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലെത്തിയ ശിവകുമാർ പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു. പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് DKയെ വരവേറ്റത്. അതേസമയം ശിവകുമാർ ചന്നപട്ടണയിൽ മത്സരിച്ച് വിജയിച്ചാൽ സുരേഷിനു വേണ്ടി കനകപുര സീറ്റ് ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ്.